നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ മനുഷ്യൻ മക്കളൊക്കെ ഉറക്കൂ. പോയിട്ടില്ലല്ലോ. മോന് പാല് കൊടുത്ത് ഉറക്കിയോ ചിരു? നിങ്ങൾ ഇവിടെ എന്തെടുക്കുക? ഭദ്രമോക്കും ആർച്ചമോക്കും പാല് വേണമെന്ന് പറഞ്ഞപ്പോ ഉണ്ടാക്കി കൊടുത്തു. അവരത് കുടിച്ച് ഉറങ്ങുകയും ചെയ്തു. എന്നാ പിന്നെ നമുക്കും ഓരോ ചായ കുടിച്ചാലോ എന്നൊരു തോന്നല്. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഈ ചായ എടുത്ത് കുടിക്കുക. എനിക്ക് ചായ വേണ്ട, നിങ്ങൾ കുടിച്ചോ. ചേ, അങ്ങനെ പറയല്ലേ ചിരു. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ചായയൊക്കെ ഉണ്ടാക്കിയത്. എത്ര നേരമായി നീ വെള്ളം പോലും കുടിക്കാതിരിക്കുന്നു? ഞാൻ വന്നിട്ട് തന്നെ ഇപ്പോൾ 1 മണിക്കൂറിലധികമായില്ലേ. നീ അതെടുത്ത് ഇവിടെ വന്നിരുന്ന് കുടിക്കും. വാ. ഞാനിപ്പോൾ അത്യാവശ്യം വീട്ടിൽ വെച്ച് ചായയും കോഫിയൊക്കെ ഉണ്ടാക്കാറുണ്ടേ. എപ്പോഴെപ്പോഴും അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ചായ മോശമാവാൻ വഴിയില്ല. വാ, ഇരിക്കും. ചായ കുടിച്ചു നോക്ക്. കുടിക്ക്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആർച്ചയും ഭദ്രയും നിങ്ങളുമായിട്ട് ഇണങ്ങിയോ? അവര് അത്ര വേഗം ഉറങ്ങില്ല. അച്ഛന്മാര് മക്കളെ അധികം ലാളിക്കില്ലെങ്കിലും അച്ഛൻ്റെ ഉള്ളിലെ സ്നേഹം അത് മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ടൈമാണ് ചിരു നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മുടെ മോൻ ജനിച്ചതോടെ എനിക്ക് നല്ല ടൈമാണ്. ഞാൻ എന്ത് ചെയ്താലും വിജയമായി മാറും. സ്വന്തമായിട്ട് വണ്ടി എടുക്കാൻ തോന്നിയത്, വേറെ ആരും ഇല്ലാത്തപ്പോൾ ഞാനിവിടെ എത്തിയത്, നിൻ്റെയും മക്കളുടെയും കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത്, അങ്ങനെ എല്ലാം എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം സംഭവിച്ചതല്ല. വണ്ടി എടുക്കാൻ എവിടുന്ന കാശ്? ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. വീടുകളിലും സ്ഥാപനങ്ങളിലും CCTV വെക്കുന്ന ഒരു സംരംഭം തുടങ്ങാൻ പ്ലാനുണ്ട്. അതിൻ്റെ ചില ഓട്ടങ്ങൾക്ക് ഒരു വണ്ടി നിർബന്ധം. അമ്മയുടെ ഗോൾഡ് പണയം വെച്ചതിൻ്റെ ബാക്കി കാശെടുത്ത് വണ്ടിയുടെ ഡൗൺ പേയ്മെന്റ് അടച്ചു. ബാക്കി ലോൺ ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാ നമ്മുടെ അച്ഛൻ പറഞ്ഞത്, ലോണൊന്നും എടുക്കേണ്ട വിനയാ, അതൊക്കെ വർഷങ്ങളോളം വലിയ ബാധ്യതയായി തീരും, തൽക്കാലം 2 ലക്ഷം രൂപ ഞാൻ തരാം. അച്ഛനോ? അച്ഛനെ എപ്പോ കണ്ടു? അച്ഛൻ്റെ എവിടുന്ന കാശ്? വണ്ടി എടുത്ത ഉടനെ ഞാൻ അച്ഛനെ കാണിക്കാൻ കൊണ്ടുപോയിരുന്നു. അച്ഛൻ അനുചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അച്ഛൻ പൈസ തന്നോ? പിന്നെ അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ വാക്കല്ലേ. അന്ന് തന്നെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് തന്നു. വണ്ടി എനിക്ക് സ്വന്തം ആവുകയും ചെയ്തു. അച്ഛൻ്റെ ഒരു കാര്യം. അച്ഛൻ എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ. 2 ലക്ഷം രൂപ എടുത്ത് കൊടുത്തിരിക്കുന്നു. ആ, തൽക്കാലം അച്ഛൻ കാശ് എന്ന് സഹായിച്ച കാര്യം വേറെ ആരും അറിയണ്ട. വേറൊന്നുമല്ല, അച്ഛനെ ബാക്കിയുള്ളവരൊക്കെ കുറ്റപ്പെടുത്തുക, നമുക്കും അതൊരു നാണക്കെടാ. പിന്നെ അച്ഛൻ്റെ കാശ് ഞാൻ എത്ര പേര് തിരിച്ചു കൊടുത്തോളൂ. നിനക്ക് നമ്മുടെ വണ്ടി കാണണ്ടേ? ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് വണ്ടി പോയി കാണാം. വേണ്ട, വീടിന് പുറത്തേക്ക് ഇറങ്ങാറായിട്ടില്ല. അമ്പിളി ചേച്ചി അങ്ങനെ അറിഞ്ഞ പിന്നെ അത് മതി. ഇവിടെ വാതിക്കൽ നിന്ന് നോക്കിയാൽ മതിയടോ.
എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയെങ്കിലും പ്ലീസ് വാ. ഉം. ദേ, മോനുണർന്നു, ഞാൻ നോക്കട്ടെ.